മക്കളെ, ഒരു സ്റ്റഡി ചാലഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങളത് ഏറ്റെടുക്കുമോ? ഇത് നമ്മൾ 10ാം ക്ലാസ്സിലെ പോലെ 10 ഡേയ്സോ 20 ഡേയ്സ് സ്റ്റഡി ചാലഞ്ച് ആയിരിക്കില്ല. +1 അപ്പോൾ കുറച്ചും കൂടി കൊട്ടക്ക് വേണം ഒരു സ്റ്റഡി ചാലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ഒരു 10 ദിവസം 20 ദിവസം സ്റ്റഡി ചാലഞ്ച് അല്ല, കുറച്ചും കൂടി ഞാൻ നിങ്ങളിൽ നിന്ന് ചോദിക്കും. ഒരു 2 മാസത്തെ സ്റ്റഡി ചാലഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ 2 മാസത്തെ ഈ ഒരു സ്റ്റഡി ചാലഞ്ച് സിമ്പിളായിരിക്കും, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അത് നിങ്ങൾ ഏറ്റെടുക്കാൻ റെഡി ആണെങ്കിൽ ഈ വർഷം +1ൻ്റെ കാര്യം നിങ്ങൾ സെറ്റാണ്. +1 90% മുകളിൽ മാർക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങൾ റെഡി ആയിരിക്കും. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എന്താണ് സാർ ഈ 2 മന്ത് സ്റ്റഡി ചാലഞ്ച്? എന്താണ് അതിൻ്റെ ലോജിക്ക്? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? സിമ്പിളായിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സബ്ജക്റ്റിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്ന് പറഞ്ഞിട്ട് ഓരോ സബ്ജക്റ്റിലും ഞാൻ എന്ത് ചെയ്യും, കുറച്ച് ചാപ്റ്റേഴ്സ് തരുള്ളൂ. അത് നിങ്ങൾ ഈ 2 മാസം കൊണ്ട്, 2 മാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മെയ് 15-ാം തീയതിയാണ്. മെയ്, ജൂൺ, ജൂലൈ 20-ന് മുൻപ് നമ്മൾ തീർത്തിരിക്കണം. ജൂലൈ 20-ന് മുൻപ് നമ്മൾ തീർത്തിരിക്കണം. അതിൽ എത്ര ചാപ്റ്റർ തീർക്കണം? ഫിസിക്സിൽ ഇത്ര ചാപ്റ്റർ തീർത്താൽ മതി. ഈ മഞ്ഞയിൽ കൊടുത്തിരിക്കുന്ന 4 ചാപ്റ്റർ തീർത്താൽ മതി. ഇൻഫാക്ട് ഈ 4 ചാപ്റ്റർ ആണ് നിങ്ങളുടെ ഓണം എക്സാമിന് ഉണ്ടാവും പോകുന്ന ചാപ്റ്റർ. അപ്പോൾ ജൂലൈ 20 ആകുമ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ഓണം എക്സാമിന് മുമ്പ് തീർത്താൽ ഓണം എക്സാമിന് നിങ്ങൾ സെറ്റ് ആയിരിക്കും. എന്ന് മാത്രമല്ല, വേറെ ലെവൽ കോൺഫിഡൻസ് ആയിരിക്കും. മനസ്സിലായില്ലേ? എന്തിനാ സാർ ഈ വെള്ളയിലും കൂടെ കൊടുത്തത്? നിങ്ങൾ അഗ്നി ബാച്ചിൽ പഠിച്ചു തുടങ്ങിയ കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ ഈ ചാപ്റ്ററും കൂടി തീർന്ന് കിട്ടും. അപ്പോൾ ചാലഞ്ചിൻ്റെ മുകളിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അത് വേറെ ലെവലായിരിക്കും, അത് കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, പക്ഷേ മിനിമം ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ തീർക്കണം. അതേപോലെ ഓരോ സബ്ജക്റ്റും കാണിച്ചു തരാം. കെമിസ്ട്രിയിലാണെങ്കിൽ വീണ്ടും 3 ചാപ്റ്റർ തീർത്താൽ മതി. കാരണം കെമിസ്ട്രിയിൽ ഓവറോൾ ചാപ്റ്റർ കുറവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. 3 ചാപ്റ്റർ നിങ്ങൾ തീർക്കാം. സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ് 3 ബയോളജിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്, ബോട്ടണിയുടെ, സുവോളജിയുടെ. നെക്സ്റ്റ് മാത്സിൻ്റെ ഇത്രയും ചാപ്റ്റർ തീർക്കണം. 1, 2, 3, 4, 5 ചാപ്റ്റർ തീർക്കണം. മാത്സിൽ ഈ ചാപ്റ്റേഴ്സൊക്കെ ചെറിയ ചാപ്റ്റേഴ്സാണ്, വലിയ ചാപ്റ്റേഴ്സൊന്നും അല്ല. ഫസ്റ്റ് ചാപ്റ്റർ ഭയങ്കര ചെറുതാണ്, അതായത് സെക്കൻഡ് ചാപ്റ്റർ ചെറുതാണ്. തേർഡ് ചാപ്റ്റർ മാത്രമേ കുറച്ചൊരു വെറുപ്പിക്കലുള്ളൂ. ഈ ചാപ്റ്ററൊക്കെ വെറും കോമഡി ചാപ്റ്ററാണ്, സിമ്പിളായിട്ട് പഠിക്കാവുന്നുള്ളൂ. ഇനി നിങ്ങൾ അഗ്നി ബാച്ചിലാണ്, നിങ്ങൾ ഈ ചാപ്റ്ററും തീരും, അത് വേറെ കാര്യം. പക്ഷെ നിങ്ങൾ തീർക്കണം, ഈ മഞ്ഞൾ കൊടുത്തെങ്കിൽ തീർക്കണം. കമ്പ്യൂട്ടർ സയൻസിൽ ഇത്രയും ചാപ്റ്ററാണ് നിങ്ങൾ തീർക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? സെറ്റാണല്ലോ മക്കളെ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ സ്റ്റഡി ചാലഞ്ച്. ഈ സ്റ്റഡി ചാലഞ്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഒന്ന്, നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ സിലബസ് നിങ്ങൾ അതിന് മുൻപ് തന്നെ കൃത്യമായിട്ട് തീർക്കും. മനസ്സിലായില്ലേ? 2, അത് കാരണം നിങ്ങൾക്ക് വേറെ ലെവൽ കോൺഫിഡൻസ് ആയിരിക്കും. നിങ്ങൾക്ക് +1 പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും കിട്ടും. മറ്റേത് ഈ സിലബസ് തീർക്കാത്തപ്പോഴാണ് കുട്ടികൾ അയ്യോ ഇത് +1 സയൻസ് എടുത്ത് മണ്ടത്തരായി പോയല്ലോ. സയൻസ് എടുത്തായിരിക്കും മണ്ടത്തരം, +1 വന്നായിരിക്കും മണ്ടത്തരം. നിങ്ങൾ കോമേഴ്സിൽ തന്നെയായിരിക്കും അവസ്ഥ, എല്ലാവർക്കും തന്നെയായിരിക്കും അവസ്ഥ. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും, സയൻസ് എടുക്കണ്ടായിരുന്നു, തീർക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ തീർക്കാൻ പറ്റിയില്ലേ ഓണം എക്സാമിന് മാർക്കും ഉണ്ടാവില്ല. അപ്പോൾ കോൺഫിഡൻസ് വീണ്ടും താഴേക്ക് പോകും. നേരെ മറിച്ച് നിങ്ങൾ ഈ സിലബസ് തീർത്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം, സിലബസ് തീർത്തതുകൊണ്ട് മാത്രം ഓണം എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടും. അപ്പോൾ അത് എക്സ്ട്രാ കോൺഫിഡൻസ് ആയിരിക്കും. തീർത്തത് ഒരു കോൺഫിഡൻസ്, ഓണം എക്സാമിന് മോശമില്ലാത്ത മാർക്ക് കിട്ടുമ്പോൾ അത് വേറെ കോൺഫിഡൻസ് കൂടിയിട്ട് നമുക്ക് എന്താ തോന്നുന്നറിയോ? കൂടുതൽ പഠിച്ചേക്കാം, കാരണം എന്നെക്കൊണ്ട് പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ മാർക്ക് വാങ്ങിയെടുക്കും, കാരണം നിങ്ങൾ ക്ലിയർ ആണ്, നിങ്ങൾക്ക് പറ്റും എന്നുള്ള കാര്യം. അപ്പോൾ വേറെ ലെവൽ ഒരു ഫീലിംഗ് ആയിരിക്കും. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് ഈ 2 മന്ത്സിൽ, അതായത് നമ്മൾ ജൂലൈയിൽ കാണുന്ന സമയത്ത് ഞാൻ അന്ന് ചോദിക്കും നിങ്ങളോട്, അപ്പോൾ ഇത് തീർത്തുമെന്ന് നിങ്ങൾ പറയണം. ഈ 2 മന്ത് സ്റ്റഡി ചാലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, സാർ 2 മന്ത് സ്റ്റഡി ചാലഞ്ച് അക്സെപ്റ്റഡ് എന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ ഓരോ ചാപ്റ്റർ നമ്മളവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, ഈ സെക്കൻഡ് പാർട്ടും അടുത്ത ചാപ്റ്ററും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കലി സംഭവം അവിടെ തീർന്ന് കിട്ടിക്കോളും നിങ്ങൾക്ക്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം, വേഗം തന്നെ. അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീണ്ടും കാണാം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം സ്റ്റഡി ചാലഞ്ച് അക്സെപ്റ്റഡ് എന്നുള്ള കാര്യം. ഓക്കെ.